നബി 6-ാം വയസ്സിൽ പൂശിയ കാര്യം സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തു. അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിത്തിരിപ്പ്. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. ആയത്തും മണ്ണാങ്കട്ടയൊക്കെ ഓതിയിരുന്നു. ഇതിന്റെ ബാക്കി കൂടി പറയണം. നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത്? വസ്ത്രമല്ല, ഇത് മതചിഹ്നമാണ്. ഞാൻ പറയുന്ന കേട്ടു, നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പിക്കുപ്പായമെന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ. നബി 6-ാം വയസ്സിൽ പൂശിയ കാര്യം മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അപ്പിടാൻ പോകുമ്പോ ആളുകള്, അതായത് ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞ ആ ഉമർ ഒളിച്ചു കണ്ടു. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ. തീർത്തും ശരിയായ കാര്യങ്ങളാണ്. അതിനൊരു അപ്രീസിയേഷൻ നമ്മൾ അബ്ദുള്ളക്ക് കൊടുക്കണം. ഭൂമിയുടെ കാര്യം പറയാം. മുഹമ്മദ് നബി 6-ാം വയസ്സിൽ പൂശിയ കാര്യം ഇവിടെ പറഞ്ഞു. കുറെ ആയത്തും മണ്ണാങ്കട്ടയൊക്കെ ഓതിയിരുന്നു. ഇതിന്റെ ബാക്കി കൂടി പറയണം. നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത്? ഇത് വസ്ത്രമല്ല, ഇത് മതചിഹ്നമാണ്. ഞാൻ പറയുന്ന കേട്ടു, നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പിക്കുപ്പായമെന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം, ഒരു മതചിഹ്നം മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം തന്നെ ഓതിയ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി. അത് അദ്ദേഹം പറയില്ല. അതിന്റെ സന്ദർഭം പറഞ്ഞാൽ മതി. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അപ്പിടാൻ പോകുമ്പോ ആളുകള്, അതായത് ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞ ആ ഉമർ ഒളിച്ചു കണ്ടു. അപ്പിടാൻ പോയപ്പോ അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത്. അപ്പോ അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞത് കുറെ കാലം ഇത് ഓങ്ങിക്കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തു. അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിത്തിരിപ്പ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തിനാ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇപ്പൊ എന്നിട്ട് ഞങ്ങള് യൂണിഫോം ഒക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ? എന്തിനായിരുന്നു നിൽക്കുന്നത്? ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടിയല്ലേ നിങ്ങൾ ഈ പറയിപ്പിക്കുന്നത്? ഏത് നേരവും ഏത് വിഷയത്തിലും മതം കുത്തിത്തിരുകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഇനിയെങ്കിൽ ആ ഒരു തുറപ്പം പരിപാടി ഒന്ന് നിർത്തൂ, ആ പോക്രിത്തരം ഒന്ന് നിർത്തൂ. തൽക്കാലം ഇത്രയും മതി.